എന്താ സാറേ? ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ളത് നിങ്ങളുടെ മകൻ ഷാനു തന്നെയാണെന്ന് ഉറപ്പല്ലേ? അതെ. അപ്പോ തെളിവുകളൊന്നുമില്ലാതെ നിങ്ങൾ അതെങ്ങനെ ഉറപ്പിച്ചു? അക്രം വലാലി ശുക്ര, ഒരു പെറ്റ തള്ളയ്ക്ക് സ്വന്തം മോനെ തിരിച്ചറിയാൻ എന്തിനാ സാറേ തെളിവ്? ദുനിയാവിൽ ആർക്ക് തെറ്റിയാലും സ്വന്തം ഉമ്മാക്ക് തെറ്റൂല സാറേ. ഓള് പറയുന്നത് ഓളെ ഷാനുവാണ്. അല്ലെന്ന് സ്ഥാപിക്കാൻ നിങ്ങളെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. ഉണ്ടല്ലോ, അതും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹൈക്കോടതി ഓർഡർ ചെയ്ത്. അതിന് ഹൈക്കോടതിക്ക് എങ്ങനെ അറിയാം ഓൻ ആരാന്ന്? അല്ല, ഈ പറഞ്ഞ കോടതി മുമ്പ് അവനെ കണ്ടിട്ടുണ്ടോ? കോടതി കണ്ടിട്ടില്ല, പക്ഷെ അധികം വൈകാതെ കാണും. കോടതി മാത്രമല്ല, ഈ ലോകം മുഴുവൻ ഷാനുവിന്റെ കുഴിമാടം പൊളിച്ച് പരിശോധിക്കാനുള്ള ഉത്തരവായത്. അത് പൊളിച്ചിട്ട് നിങ്ങൾ തെളിവെടുത്ത തന്നെ. നിങ്ങൾ ഈ നാട്ടിലും നല്ല സാറേ ജീവിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പള്ളിപ്പറമ്പ് കയറി കബർ പൊളിക്കേ ഉച്ചരുള്ള ഏതെങ്കിലും ആൺകുട്ടികൾ ഈ നാട്ടിലുണ്ട്? അങ്ങനെ തൻ്റെയുള്ള ഒരുത്തെ ഇനി ജനിച്ച് വന്നാൽ ഓൻ്റെ മയ്യത്ത് നമ്മളാ കബറ് തന്നെ കുഴിച്ചു മൂടും. പരലോക ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ഭവനം പടച്ച തമ്പുരാൻ വിശാലമാക്കിയ കബറിടം പൊളിച്ച് പരേതാത്മാവിനെ കളങ്കപ്പെടുത്താൻ ആരാ വരുന്നതെന്ന് നമ്മളൊന്ന് കാണട്ടെ. ഇല്ല, ആരും വരുന്നില്ല. ആരും വരാതിരിക്കണമെങ്കിൽ മരിച്ചത് ആരാണെന്ന് നിങ്ങൾ എന്നോട് പറയണം. പറഞ്ഞില്ലേ അതാരാണെന്ന് ഞമ്മക്ക് അറിഞ്ഞൂടാ. അങ്ങനെ നിങ്ങൾ പറഞ്ഞതുകൊണ്ടായില്ല. ആ ബോഡിയുടെ മുഴുവൻ ഫോട്ടോസും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഞാൻ വിശദമായിട്ട് പരിശോധിച്ചു. മരിച്ചത് ഷാനു ആണോ എന്നതിന് യാതൊരു സംശയവുമില്ല. അല്ല, ആർക്ക് സംശയമില്ല? സംശയമുള്ളതുകൊണ്ടാണല്ലോ ഞങ്ങളേതായ അന്വേഷണം നടത്തിയത്, യഥാർത്ഥ ഷാനുവിനെ കണ്ടുപിടിച്ചേ. ഈ വന്നത് യഥാർത്ഥ ഷാനു ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ വിശാലമായ ഖബർസ്ഥാനിൽ കിടക്കുന്ന ഷാനു ആരാണെന്നും അവനെ കൊന്നതാരാണെന്നും എന്തിനാണെന്നും നിങ്ങൾ ഉത്തരം പറഞ്ഞു പറ്റൂ. എത്ര തവണ പറഞ്ഞതാ? അവന്റെ മുഖച്ചായുള്ള ഒരു ശവം കണ്ടപ്പോ ആള് മാറി അടക്കിയതാണെന്ന്. അപ്പൊ പിന്നെ ഹൈറേഞ്ചിലെ പള്ളിപ്പറമ്പിൽ ഇറങ്ങുന്ന സെബാൻ ആരാ? അവന് ഡ്യൂപ്ലിക്കേറ്റ് ആണോ? അത് പള്ളിപ്പറമ്പ് പോയി അന്വേഷിച്ചാലല്ലേ അറിയാൻ പറ്റൂ. മരിച്ച ഷാനു ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ മരിച്ച സെബാനും ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുമല്ലോ. സാറങ്ങനെ കടങ്കഥയൊന്നും പറഞ്ഞ് കളിക്കാതെ. എന്റെ മകൻ ഷാനു മരിച്ചിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാ. എങ്കിൽ പിന്നെ മരിച്ചവനെ കൊന്നത് നിങ്ങളുടെ മകൻ ഷാനു ആണെന്ന് എനിക്ക് ഉറപ്പാ. കാരണം മരിച്ചവൻ ബാംഗ്ലൂർ നഗരത്തെ കിടുകിട വറപ്പിച്ച അധോലോക നായകൻ ഷമീർ അല്ലേ? കൊന്നത് ഫാത്തിമ ബീഗത്തിന്റെ മകൻ കടപ്പുറത്തിന്റെ രാജകുമാരൻ ഷാനു സുലൈമാനും. എന്താ അതല്ലേ സത്യം? ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ഷാനു ഇനി ഒരിക്കലും പുറലോകം കാണില്ല. ഞാൻ വിചാരിച്ച നിഷ്പ്രയാസം അവനൊരു കൊലക്കയറോ ഇരട്ട ജീവപര്യന്തമോ വാങ്ങിക്കൊടുക്കാൻ കഴിയും. ഞാനത് ചെയ്യും, ഉറപ്പ്. പണി പാളിയല്ല ഫാത്തിമ.